ഗണപതി എലീനെ ഇങ്ങനെ പുറത്ത് കേറിയിട്ട് അച്ഛൻ സാധനം എടുക്കും. പിക്കാച്ച് വായോ കൊണ്ടോയേ അമ്പലത്തിലെന്തായോ നല്ല പിക്കച്ചു ഇല്ല. ആ ശരി വരാം. വാസുദേവ ഇന്ദ്രനീലമേനിയിൽ ചാർത്താം ഇനിയവനൊരു മന്ദാരമാല കൃഷ്ണ ഹരേ പരമരുളനെ. ഞങ്ങൾ ഗണപതിക്ക് ഗാനവന്നൊക്കെ നിങ്ങളും കാണവണ്ടില്ലല്ലോ. നമ്മളിന്ന് ഏതമ്പലത്തേക്ക് വന്നേക്കണമെന്നറിയോ? ഇല്ല. ഗണേശന്റെ അമ്പലത്തേക്ക് നമ്മൾ വന്നേക്കണേട്ടാ. അമ്പലത്തേക്ക് വന്നേക്കാണ്. അറിയോ ഗണേശന്റെ അമ്പലത്തേക്ക് അമ്പാച്ചനെ കണ്ടിട്ട് നമുക്ക് തൊഴാ പ്രാർത്ഥിക്കാ. അയ്യോന്നാ വീരാണ്ട് വായോട്ടാ. എന്നിട്ട് പത്തനവിടെ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇന്ന് അമ്പല്ലൂരിലുള്ള കളരിക്കലിലെ വിഘ്നേശ്വരന്റെ അമ്പലത്തിലാണ് കുഞ്ഞോളും പീക്കാച്ചും എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ വായു തമ്പാശനിലൂടെ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഗണേശനെ സേവിച്ചിരുന്ന ഒരു മുത്തച്ഛന്റെ സമാധിയാണ് ഇട്ടത്. ആദ്യം തന്നെ നമ്മള് ഈ മുത്തച്ഛനെ തൊഴുതിട്ടാണ് ഗണേശനെയും മറ്റെല്ലാ ഉപദേവതകളെയും തൊഴുന്നത്. മുത്തച്ഛനെ ഗണേശന് അത്രയ്ക്കും പ്രിയപ്പെട്ടതായിരുന്നു. കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കണ നമ്മുടെ ഗണേശന്റെ പ്രതിഷ്ഠാ ദിനം മിഥുന മാസത്തിലെ പൂയ നാളിലാണ് കേട്ടോ കൊണ്ടാടുന്നത്. അറിയോ പിന്നെ നോക്കിയേ എലിയൊക്കെ എലി ആരാന്നറിയോ? ഗണപതിയുടെ എലി. ഗണപതിനെ പ്രാർത്ഥിച്ചാ ഗണപതിനെ കണ്ടാ എന്നിട്ട് പ്രാർത്ഥിച്ചേ അമ്മാശനെ കണ്ടാ അമ്മാശനെ പ്രാർത്ഥിച്ചാ ഗണപതിനെ നോക്കി ഗണപതിനെ നല്ല ഭംഗിയില്ലേ എന്നിട്ട് മാല ഇട്ടേക്കുന്നത് ചെമ്പരത്തിയുടെ മാല നല്ല ഭംഗിയില് ചോപ്പ മാല ഇട്ടേക്കുന്നുണ്ടാ ഗണപതിയുടെ രൂപം കണ്ടാ കുഞ്ഞ് തുമ്പി കയ്യൊക്കില്ലേ ഗണപതിക്ക് ഗണപതിയുടെ തുമ്പി കൈ അതല്ല ഗണപതിയുടെ തുമ്പിക്കൈ കുഞ്ഞു കൈ തുമ്പിക്കൈ
പിന്നെ ഗണപതിയുടെ എലീനൊക്കെ കണ്ടില്ലേ? എലീന് ഇഷ്ടായ? ഗണപതി എലീനെ ഇങ്ങനെ പുറത്ത് കേറിയിട്ട് മറ്റേ സാധനം എടുക്കും. മോദകൊക്കെ തിന്നാൻ പോണതല്ലേ? എലീന് മേലൊക്കെ കയറിന്ന് ഗണപതി പോവൂലേ? കുഞ്ഞോൾക്ക് ഇഷ്ടായി. എലീനെ ഭംഗിയിട്ടില്ല, കാരണം എനിക്ക് മാലിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട ഗണപതിയുടെ കണ്ടല്ലേ നിങ്ങള്? നന്നായി പ്രാർത്ഥിച്ചില്ലേ? പിന്നെ അതിന്റെ മോളിൽ എല്ലി പ്രാർത്ഥിക്കുന്നു. ഗണപതിയിലെ എലി പ്രാർത്ഥിക്കുന്നുണ്ട് ട്ടോ മിക്ക. കണ്ട ഏറ്റവും മുകളില് കണ്ടില്ല? ഈ കാച്ചു കണ്ടിണ്ടായിരുന്ന കുഞ്ഞോളാണ് കണ്ടേ. പിന്നെ പാമ്പു ഗണേശന്റെ തൊട്ടടുത്ത് പാർവതി മാതാവിന്റെ ഒരു പ്രതിഷ്ഠയുള്ളത് ഇവിടത്തെ ഒരു പ്രത്യേകത തന്നെയാട്ടാ. തൊട്ടടുത്ത് ദേവി കണ്ട, പാർവതി ദേവി. നമുക്ക് ദേവിനെ തൊഴാൻ പോവാ. അതായത് പ്രാർത്ഥിച്ചോളൂ ദേവിയിലെടുത്ത്. അമ്മേ നാരായണ പ്രാർത്ഥിച്ചോളൂ. നമുക്ക് ഏത് പ്രാർത്ഥന ദേവിയിൽ അറിയാം, അത് പ്രാർത്ഥിക്കട്ടാ. ദേവിനെ പ്രാർത്ഥിക്ക. ദേവിനെ കണ്ട മാല കെട്ടിയിട്ടുണ്ട് ദേവിക്ക്. ദേവിനെ കണ്ട? ദേവിനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ? കൊറേ മാലയൊക്കെ ഇട്ടിട്ടില്ലേ? ദേവിനെ പ്രാർത്ഥിച്ചത് ദേവിനെ പ്രാർത്ഥിക്കേ. കുഞ്ഞോള് ദേവിനെ പ്രാർത്ഥിച്ചേ. രണ്ടാളും പ്രാർത്ഥിച്ചേ. ഉറക്കെ പ്രാർത്ഥിച്ചേ. ദേവിയുടെ മേലെന്തിട്ടുള്ളേ? വിളക്ക്, വിളക്ക്. പിന്നെ എന്തിട്ടൊക്കെയുള്ള അവിടെ? ദേവിക്ക് കുറെ മാലയും വിളക്കൊക്കെ ഉണ്ട് അല്ലേ? ദേവിനെ പ്രാർത്ഥിച്ചേ. നല്ല ഉറക്കെ നല്ല ഇതില്. ഈ ദേവി ആരാന്നറിയോ? ഗണപതിയുടെ അമ്മ പാർവതി ദേവിയാണ് കേട്ടാ. ഏത് ദേവിയാ? പാർവതി ദേവി. പാർവതി ദേവിനെ പ്രാർത്ഥിച്ചേ. അമ്മ പറഞ്ഞുതരാം. അവിടെ എഴുതിണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ദേവി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ദേവിനെ പ്രാർത്ഥിച്ച് കണ്ടില്ലേ? രണ്ടാളും ഗണപതിനെ ദേവീനെ കണ്ടില്ലേ? എന്തിട്ടൊക്കെ പ്രാർത്ഥിച്ചേ? അമ്മയമ്മ തായെ അല്ലികാലക്ഷ്മിയെ. അതല്ലാണ്ട് വേറെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ലേ? അതൊക്കെ ദേവിയുടെ പ്രാർത്ഥനകൾ നമ്മൾ പാടിയില്ലേ? കളിപ്പാട്ടം കിട്ടണം, മിഠായി, അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാ? എന്തിട്ട് പ്രാർത്ഥിച്ചേ? കാശ് കിട്ടാനും കളിപ്പാട്ടം ഒക്കെ മേടിക്കാനും. പ്രാർത്ഥിച്ചാ അമ്മാച്ചനോട്? പിന്നെ ജ്യൂസ് വെക്കണം. അതൊക്കെ പറഞ്ഞില്ലേ? ഗണപതി ദേവി മേടിച്ചരാന്ന് പറഞ്ഞാ? എത്ര മേടിച്ചരും? ഇവിടെ നോക്കിയേ, ഇവിടെ ശിവന്റെ ഭൂതഗണങ്ങളാണ്. അങ്ങോട്ട് അവിടെ നിന്ന് തൊഴുട്ടാ. ശിവന്റെ കൂടെയുള്ള ഭൂതഗണങ്ങളാണ് ഭൂതഗണങ്ങളുടെ ഉള്ളു അവിടെ. ഇപ്പൊ പ്രാർത്ഥിക്കാച്ചു. കുഞ്ഞോളും പ്രാർത്ഥിക്കാം. അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഓം നമഃ ശിവായ അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ
ശിവായ ശിവായ ഓം 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 ശിവായ ശിവായ ഓം ശിവായ ഓം ശിവായ ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ അനേക വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ വരാനും വിഘ്നേശ്വരനെ കാണാനും ഞങ്ങൾക്ക് സൗഭാഗ്യം തന്നെ ലഭിച്ചു. അപ്പം നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഗണേശനെ കണ്ട് ദർശന സൗഭാഗ്യം നേടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായോ തമ്പാച്ചനെ കണ്ടാലോ. ഗണേശനെ കണ്ട കുഞ്ഞോളും വീക്കനും തൊഴുത് പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ നമ്മള് പോവല്ലേ? അപ്പൊ എല്ലാരോടും ബൈ പറയും. ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണാം. ബൈ ബൈ. ബൈ ബൈ. സീ യു.